പ്രധാനമന്ത്രിയെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. ജനുവരി 2-ന് നടക്കുന്ന മഹിളാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി യോഗം തൃശൂരിൽ നടന്നു. യോഗം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളും പ്രവർത്തകരുമായി നിരവധി പേർ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തു. വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം ദേശീയ തലത്തിൽ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിനാണ് തൃശൂർ സാക്ഷ്യം വഹിക്കുന്നത്. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ കൗസ്തുഭം ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശാക്തീകരണത്തിനായി മോദി സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതാ സംവരണ ബിൽ, മുത്തലാഖ് നിരോധനം, ജനധൻ അക്കൗണ്ടുകൾ, നാരി ശക്തി യോജന, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സ്വയം തൊഴിൽ വായ്പകൾ, സൗജന്യ പാചകവാതക വിതരണം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഇതിൽപ്പെടുന്നു. പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ സ്ത്രീകൾ രാഷ്ട്രീയ ഭേദമന്യേ അഭിവാദ്യം അർപ്പിക്കുന്ന പരിപാടിയായി സ്ത്രീശക്തി സമ്മേളനം മാറുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തുടർന്ന് സംസ്ഥാന ഉപാധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി പാർട്ടി യോഗത്തിനെത്തിയ സിനിമാ താരം കൂടിയായ ദേവനെ കെ സുരേന്ദ്രൻ ഷാളണയിച്ച് സ്വീകരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, C കൃഷ്ണകുമാർ, നേതാക്കളായ B ഗോപാലകൃഷ്ണൻ, C സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. 2 ലക്ഷം വനിതകളാണ് മഹിളാ സമ്മേളനത്തിൽ അണിനിരക്കുക. ജനുവരി 2-ന് തേക്കിൻകാട് മൈതാനിയിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്കും തൃശൂർ സാക്ഷ്യം വഹിക്കും. ജനം, തൃശൂർ.